പറയാൻ പോകുന്നത് ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് എല്ലാം ചെയ്യണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഈ സിനിമയിലെ നായികയാണ്. ഈ നായിക ഒരു ന്യൂസ് ചാനലിലെ കാലാവസ്ഥ റിപ്പോർട്ടറാണ്. ഇവളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവളെ കാണാൻ നല്ല ഭംഗിയും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യൂട്ടായിട്ടുള്ള അവതരണവുമാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് കുറേ ഫാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവളുടെ പെർഫോമൻസ് കണ്ട് ഇവളുടെ ന്യൂസ് ചാനൽ തന്നെ ഇവൾക്കൊരു പ്രൊമോഷൻ കൊടുത്തു. കാലാവസ്ഥ റിപ്പോർട്ടറായ നായികയ്ക്ക് ആ ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡറായി തിരഞ്ഞെടുത്തു. അങ്ങനെ ആ സീൻ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ നായകൻ്റെ വരവാണ്. നിറയെ റോസാപ്പൂക്കളും അതിൻ്റെ ചുറ്റിലും കുറേ മെഴുകുതിരിയും കത്തിച്ചു വെച്ച് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വിചാരിക്കുമ്പോൾ ഇവൻ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 100 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്യാനാണ് അവൻ്റെ ഉദ്ദേശം. കേക്കെല്ലാം വാങ്ങിയിട്ട് വന്ന് എല്ലാം റെഡിയാക്കി വെച്ച് ഇവൻ പ്രണയിക്കുന്ന പെണ്ണിനെ കാണാൻ പോവാം. ഹായ് മുത്തേ, ഇവിടെ എന്താ ചെയ്യുന്നത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ നിനക്കൊരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ പറയും, ഞാൻ ബ്രേക്കപ്പ് ആണെന്ന്. എന്താ ബ്രേക്കപ്പോ? എന്തിനാ? അതിന് ഞാനെന്ത് ചെയ്തു? അവൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ എന്നെ കാണാൻ ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആവുന്നത് എന്നവൾ പറഞ്ഞു. ഇത് കേട്ടതും അവനാകെ തളർന്നു പോയി. ഇത് കേട്ട് നിങ്ങൾ നെട്ടണ്ട. ഇത് നമ്മുടെ നായകൻ്റെ ഫസ്റ്റ് ടൈം അല്ല. ഇതുമാതിരി നമ്മുടെ നായകൻ 18 തവണ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. സോറി, ബ്രേക്കപ്പ് ആയതല്ല, ആ പെണ്ണുങ്ങളെല്ലാം അവനെ ബ്രേക്കപ്പ് ആക്കിയിട്ടുണ്ട്. അതിലൊരു പെണ്ണ്, എന്താടാ നിന്റെ ശരീരം ഇങ്ങനെ വിയർത്തൊഴുകുന്നത്? നിന്നെ എന്താ ഒരുമാതിരി മണം മണക്കുന്നത്? ആളുകളെല്ലാം നിന്നൊരു മാതിരിയാണ് നോക്കുന്നത് എന്നും പറഞ്ഞ് ബ്രേക്കപ്പ് ആക്കി. ഇവൻ മിലിറ്ററിയിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊരു പെണ്ണിനെ ലവ് ചെയ്തിട്ടുണ്ട്. ആ പെണ്ണ് എനിക്ക് കല്യാണമാണെന്നും പറഞ്ഞ് ഇവനെ തേച്ചു. ഇങ്ങനെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ചെക്കൻ ഈ പെണ്ണും പോയോ എന്ന സങ്കടത്തിൽ നടന്നു വരുമ്പോൾ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോഴാ അവൾ ബ്രേക്കപ്പ് ആയത്. അതിലുള്ള പെണ്ണ് പല പല ഫോട്ടോസും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിരിക്കുന്നു. അവൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നും പറഞ്ഞ് നടന്നു വരുന്ന നായകൻ നോക്കുമ്പോൾ അവൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും പുക വന്നുകൊണ്ടിരിക്കുന്നു. എന്താടാ, ഇതാരുടെ റൂമാണെന്നാവോ ഈ കത്തുന്നത് എന്നും പറഞ്ഞ് അവൻ റൂമുകൾ എണ്ണി നോക്കുമ്പോൾ അവൻ്റെ റൂം തന്നെയാണ് ആ കത്തുന്നത്. ഫ്ലാറ്റിൽ തീ വെച്ച് മറ്റുള്ള ആളുകളെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അവനെ പിടിച്ച് ജയിലിലുമാക്കി. ഇപ്പോൾ ആ സ്റ്റേഷനിലേക്ക് നമ്മുടെ നായിക കടന്നു വരുന്നു. നായികയെ കണ്ടതും അവിടെ ഉള്ളവരെല്ലാം അതിശയിച്ച് ചോദിച്ചു, മാഡം നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ, ജയിലിൽ കിടക്കുന്ന ഈ പയ്യനില്ലേ, അവനെൻ്റെ ഫ്രണ്ടാണ്, നല്ല പയ്യനാണ്, അവനെ ഒന്ന് വിട്ടുതരാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ആ അതെല്ലാം വിട്ടുതരാം മാഡം, എന്നാൽ ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു. അതിനെന്താ, എടുക്കാലോ എന്നും പറഞ്ഞ് അവർ ഒന്നിച്ച് ഫോട്ടോ എല്ലാം എടുത്തു. നായകനെ രക്ഷിച്ചുകൊണ്ട് അവൾ കൂട്ടിക്കൊണ്ട് വന്നു. കുഞ്ഞുനാൾ മുതലേ ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പുറത്തു വന്നതും അവൾ അവനെ നല്ല അടിയടിക്കാൻ തുടങ്ങി. നിനക്ക് തീ വെച്ച് കളിക്കാൻ എൻ്റെ റൂം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചായിരുന്നു അത്. ഇപ്പോൾ നമ്മുടെ നായകൻ താമസിക്കുന്നത് ഇവളുടെ ഫ്ലാറ്റിലാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇന്നും എൻ്റെ പെണ്ണിനെ ബ്രേക്കപ്പ് ആക്കി എന്ന് നായകൻ പറഞ്ഞപ്പോൾ, ഓ അത്രേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ക്ഷീണം, വാ നമുക്ക് 2 അടിക്കാം എന്നും പറഞ്ഞ് അവൾ അവനെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആ ബാറിൽ ജോലി ചെയ്യുന്ന പെണ്ണ് ഇവർ രണ്ടുപേരുടെയും നല്ല ഫ്രണ്ട്സാണ്. നമ്മുടെ നായിക നേരെ നടന്നു പോകും. നായകൻ ആ പെണ്ണിനോട്, എന്താടി നിന്റെ ആളെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ, അടുത്തൊരു പുതിയ പബ്ബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അവിടെ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് പോയേക്കാ. എന്ത് പെണ്ണോ? ഞാനും പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് പോകാൻ തിരിയുമ്പോൾ, എവിടേക്കാടാ ഓടിപ്പോകുന്നത്? വന്ന കസ്റ്റമറാ നിങ്ങൾ രണ്ടുപേരും, മര്യാദക്ക് അകത്തേക്ക് പോടാം. അങ്ങനെ അവൻ നോക്കുമ്പോൾ ഡ്രസ്സെല്ലാം കയറിക്കിടന്ന് അവൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഇവൾ ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്നതെന്ന് കരുതി അവൻ പോയി അവളുടെ ഡ്രസ്സെല്ലാം ശരിയാക്കി കൊടുത്തു. അവൻ അവളോട് ചോദിച്ചു, എന്തിനാടി നീ ഇന്ന് ഇത്രയ്ക്കിരുന്ന് കുടിക്കുന്നതെന്ന്. അവൾ അവളുടെ ലവറെ പറ്റി പറഞ്ഞ് കരയുന്നുമുണ്ട്, ചിരിക്കുന്നുമുണ്ട്, പിന്നെ കുറേ ചീത്ത പറയുന്നുമുണ്ട്. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ലടാ, എപ്പോൾ നോക്കിയാലും എന്നോട് തല്ലു പിടിച്ചോണ്ടിരിക്കുക എന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൾ ഫിറ്റായി വീണു. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇവളെ കൊണ്ടുപോകണം എന്നും പറഞ്ഞ് അവളെയും എടുത്ത് പൊക്കിക്കൊണ്ട് അവൻ നടന്നു. അപ്പോൾ അവൾ ആ പഴയ ബോയ് ഫ്രണ്ടിന് കോൾ ചെയ്തു.
ഞാനിപ്പോൾ ഫുൾ വെള്ളത്തിലാണ്. എൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ വെച്ച് തന്നെ നിന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഫോൺ കൊടുക്കാമെന്നും പറഞ്ഞു അവൾ അവന് നേരെ ഫോൺ കൊടുത്തു. ഡീ പാവി, അതിനെന്തിനാ നീ എനിക്ക് ഫോൺ തരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ഫോൺ വാങ്ങി. ഹലോ ബ്രോ. ശരി ബ്രോ. അവൾ പറഞ്ഞതുപോലെ ബ്രേക്കപ്പ് ആക്കിയേക്കെന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. അപ്പോൾ അവൾ, ഡാ എനിക്ക് ബ്രേക്കപ്പായി, എന്നെ വേഗം വീട്ടിൽ കൊണ്ടുപോടാ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കൊണ്ടൊന്ന് വയ്യ, നിന്നെ പൊക്കിക്കൊണ്ടു പോകാൻ ഒടുക്കത്തെ വെയിറ്റാ എന്നും പറഞ്ഞ് അവൻ അവളെ ഇട്ടുപോകും. ഡാ എന്നെ എടുത്തോണ്ട് പോടാ എന്നും പറഞ്ഞ് അവൾ അവിടെ കിടന്ന് കരയും. ഇപ്പോൾ നേരം വെളുക്കുന്നു. നമ്മുടെ നായകൻ്റെയും നായികയുടെയും ബന്ധം നായികയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം. എന്ത് ബന്ധമെന്ന് വെച്ചാൽ അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ളത്. അത് അവർ ശ്രദ്ധിക്കാറൊന്നും പോകാറില്ല. അവൻ അവിടെ തന്നെ താമസിക്കുന്നത് കൊണ്ട് എല്ലാ ജോലിയും ചെയ്യും. ഇടയ്ക്കൊക്കെ അടിപിടിയും വഴക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ രണ്ടുപേരും പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൊട്ടത്തലൻ വന്ന്, മാഡം നിങ്ങളെ കണ്ടത് ദൈവത്തെ കണ്ടതുപോലെയാണ്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ആരാടാ ഇവൻ? ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ അടിച്ചോടിക്കും. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായകൻ ചോദിക്കുന്നു, എന്താ ഈ പെൺകുട്ടികൾക്കൊന്നും എന്നെ മനസ്സിലാകാത്തത്? ഒരു പെണ്ണും എൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ, എല്ലാം പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഫസ്റ്റ് നിനക്ക് എന്താണ് യഥാർത്ഥ പ്രണയമെന്ന് അറിയുമോ? നിന്നോടൊരു പെണ്ണിന് യഥാർത്ഥത്തിൽ പ്രണയം തോന്നിയാൽ അവളൊന്നും നോക്കാതെ നിന്റെ ചുമരിൽ ചാരിക്കിടന്ന് നിന്റെ നെറ്റിയിൽ ഒരു കിസ് അടിക്കും. അതാണ് യഥാർത്ഥ പ്രണയം എന്നവൾ പറയും. അത് കണ്ട് നായകൻ ആകെ തരിച്ചു പോവും. എന്താടാ ഇത്? അവൾ ഇത്രയ്ക്കും അടുത്തു വന്നെന്ന് കരുതി. അങ്ങനെ രാത്രിയായി. നമ്മുടെ നായകനും നായികയും ബാറിലേക്ക് പോയി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നായകൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തനുണ്ട്. പറഞ്ഞില്ലേ, അവൻ ഭയങ്കര ഗെറ്റപ്പിൽ വന്ന് ആ ബാറിൽ ജോലി ചെയ്യുന്ന പെണ്ണിൻ്റെ അടുത്ത് പോയി ഭയങ്കര ഷോ കാണിക്കും. ഇത് കണ്ട് നായകൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായി. എന്താടാ ഇതെല്ലാം ഒളിഞ്ഞു നോക്കുന്നെന്ന് ചോദിച്ച് വാടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു വന്ന് അവർ 3 പേരും കൂടി ഇരുന്ന് കുടിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസം ഓഫീസിൽ അവിടെയും ഒരു ലവ് സ്റ്റോറി നടക്കുന്നുണ്ട്. നായിക ഒരു ചാനലിൽ ജോലി ചെയ്യുന്നില്ലേ, ആ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർക്കും നമ്മുടെ നായികയ്ക്കും നേരിൽ ഒന്നും സംസാരിക്കില്ല. ചെറിയ എഴുത്തും ഫോട്ടോ ഷെയർ ചെയ്യലുമായി അവരുടെ ലവ് അങ്ങനെ പോകുന്നു. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നായകൻ ഒരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. വലിയ കുട്ടികൾക്കല്ലട്ടോ, ചെറിയ കുട്ടികളുടെ ടീച്ചറായിട്ടാണ്. അവൻ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സംഭവം കണ്ടു. അത് കണ്ടതും അവനാകെ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഡാ പാവികളെ, ഈ വയസ്സിലെ തുടങ്ങിയോ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാനൊരു ടീച്ചറാണെന്ന് മറന്ന് ആ പെണ്ണ് ആ പ്രപ്പോസൽ സ്വീകരിക്കുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ ആ പെണ്ണ് അത് സ്വീകരിക്കുന്നുണ്ടായില്ല. നായകൻ അവിടെ നിന്നും ഓർക്കും, ഈ 5 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 50 വയസ്സുള്ള കിളിവുകളുടെ മനസ്സിൽ വരെ എന്താണെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ലല്ലോ. അങ്ങനെ നായകൻ സ്കൂളിലെ ഓഫീസിലേക്ക് പോവും. അവിടെ ഒരുത്തരിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നായകന് ഒരു ഫോൺ കോൾ വരും. നായകൻ കോളെടുത്ത് സംസാരിക്കുമ്പോൾ കോൾ ചെയ്യുന്ന ആളുടെ ഫേസ് കാണിക്കുന്നില്ല. കോൾ ചെയ്യുന്ന ആൾ ചോദിക്കും, നമ്മൾ രണ്ടാളും മിലിറ്ററിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നീ എന്നെ മറന്നോ? നിനക്ക് സുഖമാണോ എന്ന്. ഇത് കേട്ട നായകൻ, ആ ഹലോ, സിഗ്നൽ കിട്ടുന്നില്ല, പിന്നെ വിളിക്കെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അതേസമയം ഓഫീസിൽ ആ ഡയറക്ടറും നമ്മുടെ നായികയും ചേർന്ന് രാത്രി ഒരു ഡിന്നർ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം നായകൻ കോൾ ചെയ്ത് നമുക്കിന്ന് വൈകുന്നേരം കാണാമെന്ന് പറയുമ്പോൾ, എനിക്കിന്ന് കുറച്ച് അർജൻറ്റ് വർക്കുണ്ട്, എനിക്ക് വരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും.